ഹായ് വെൽക്കം ടു സക്സസ് അക്കാഡമി. നമ്മൾ നോക്കാൻ പോകുന്നത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിലെ ക്വസ്റ്റ്യൻസ് ആണ്. സോ നമ്മൾ നോക്കുന്നത് റെയിൽവേ എക്സാംസിന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിതിൽ ആഡ് ചെയ്തേക്കുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഔട്ട് ഓഫ് ഹാരിഷ് മന്ത്ലി സാലറി ഓഫ് ₹45,000, 1/3 is spent on education and 2/6 is spent on food and other necessities. The rest of the salary goes towards his savings. The amount of savings is. സോ ക്വസ്റ്റ്യനിൽ എന്താ തന്നേക്കുന്നത്, അതായത് ക്വസ്റ്റ്യനിൽ നമുക്ക് സാലറിയുടെ എമൗണ്ട് എത്രയെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ എന്താ പറഞ്ഞേക്കുന്നത്, എഡ്യൂക്കേഷന് വേണ്ടി ടോട്ടൽ സാലറിയുടെ 1/3 പാർട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ ഫുഡിനും അതർ നെസസിറ്റീസിനും വേണ്ടിയിട്ട് എത്ര തന്നെ 2/6 പാർട്ട്. 2/6 എന്ന് പറയുമ്പോൾ എത്ര കട്ട് ചെയ്ത് കളയുമ്പോൾ 1/3 നമുക്ക് കിട്ടും. സോ ഫുഡിനും അതർ നെസസിറ്റീസിനും കൂടി എത്രയാണ്, ടോട്ടൽ സാലറിയുടെ 1/3 പാർട്ടാണ് യൂസ് ചെയ്തത്. ദ റെസ്റ്റ് ഓഫ് ദ സാലറി ഗോസ് ടുവേഴ്സ് ദ സേവിങ്സ്. സോ അങ്ങനെയാണെങ്കിൽ എത്രയാണ് സേവിങ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താ, സേവിങ്സ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കറിയാം എന്ത്, ഒരു എഡ്യൂക്കേഷന് വേണ്ടി എത്ര 1/3 പാർട്ട് യൂസ് ചെയ്തു. അതുപോലെ ഫുഡിനും അതർ നെസസിറ്റീസിനും വേണ്ടി എത്ര 1/3 പാർട്ട് യൂസ് ചെയ്തു. സോ എത്ര, അതായത് 2/3 സാലറിയുടെ 2/3 പാർട്ട് എന്തിനു വേണ്ടി ചിലവായി, എക്സ്പെൻഡിച്ചറിന് വേണ്ടി ചിലവായി. ബാക്കി വന്ന പോർഷനാണ് എന്ത്, സേവ് ചെയ്ത്. സോ ഓൾറെഡി 2/3 എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ ബാക്കി എത്രയുണ്ടാവും, 1/3 പാർട്ടാണ് ബാക്കി ഉണ്ടാവുക. സോ എത്രയാണ്, സാലറിയുടെ 1/3 പാർട്ടാണ് ആള് സേവ് ചെയ്ത്. സോ സാലറിയുടെ 1/3 പാർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1/3 ഓഫ് സാലറി. സോ കട്ട് ചെയ്ത് പോകും 15. സോ എത്രയാണ് സേവിങ്സ്, 15,000 ആണ്, 15,000 ആണ് ആളുടെ സേവിങ്സ് ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ റോപ്പ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 different parts. The first part is 1/5 of the whole length and the second part of the rope is 3/2 of the first part. The third part is what fraction of the rope. So ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഒരു വലിയൊരു റോപ്പ് അതിനെ 3 പാർട്ടാക്കി. സോ ആദ്യത്തെ പാർട്ടിന് എ, രണ്ടാമത്തെ പാർട്ട് ബി, മൂന്നാമത്തെ പാർട്ട് സി. സോ നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ റോപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും, 10 എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. സോ നമ്മൾ 10, അതായത് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 10 ആണെന്ന് അസ്യൂം ചെയ്തു. സോ ക്വസ്റ്റ്യനിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം നോക്കാം, അല്ലെ വേണ്ട ഫസ്റ്റ് തന്നെ നോക്കാം. എന്ത്, ദ ഫസ്റ്റ് പാർട്ട് ഈസ് 1/5 ഓഫ് ദ വോൾ ലെങ്ത്. അതായത് ടോട്ടൽ ലെങ്ത്തിൻ്റെ 1/5 പാർട്ടാണ് എന്ത്, എ. സോ എ എന്ന് പറയുന്നത് എത്ര, 1/5 പാർട്ട് ഓഫ് ടോട്ടൽ നമ്മൾ എത്ര അസ്യൂം ചെയ്തിട്ടുണ്ട്, 10 ആണ് അസ്യൂം ചെയ്തു. സോ 10ൻ്റെ 1/5 പാർട്ട് എന്ന് പറയുമ്പോൾ എത്ര വരും, എയുടെ ലെങ്ത് എന്ന് പറയുന്നത് 2 എന്ന് വരും. പിന്നെന്താ പറഞ്ഞേക്കുന്നത്, ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ റോപ്പ് ഈസ് 3/2 ഓഫ് ദ ഫസ്റ്റ് പാർട്ട്. സോ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ബി ഈസ് ഈക്വൽ ടു 3/2 ഓഫ് ദ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എ. അതായത് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ടിൻ്റെ 3/2 പോർഷനാണ്. സോ എയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി 2 അറിയാം. സോ 3/2 ഇൻറ്റു 2 എന്ന് പറയുന്നത് എത്ര വരും, 3 എന്ന് വരും. സോ ബി എന്ന് പറയുന്നത് എത്ര, 3 വന്നു. സോ എയും ബിയും കൂടി ചേർക്കുമ്പോൾ എത്ര, 2 + 3 എന്ന് പറയുന്നത് 5 വന്നു. ബാക്കി റിമൈനിങ് എത്ര, ടോട്ടൽ 10 ആണുള്ളത്. അതിൽ 3യും 2വും 3യും എയും ബിയും കൊണ്ടുപോയി ടോട്ടൽ 5 ഓൾറെഡി എയും ബിയും എടുത്തു. ബാക്കി എത്രയുള്ള, ബാക്കിയുള്ളത് 5 ആണ് ബാക്കിയുള്ളത്. സോ എന്താ ക്വസ്റ്റ്യൻ, തേർഡ് പാർട്ട് ഈസ് വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ റോപ്പ്. അതായത് ടോട്ടലിൽ എത്ര പാർട്ടാണ് സി. സോ സി എന്ന് പറയുന്നത് 5 ആണ്, ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 10 ആണ്. സോ കട്ട് ചെയ്ത് കളയുമ്പോൾ എത്ര വരും, 1/2 ആണ് എന്ത്, ടോട്ടലിൽ സിയുടെ പാർട്ട്. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The train fare, bus fare and air fare between 2 places are in the ratio 5:8:12. The number of the passengers travelled by them is in the ratio of 3:4:5. And the total fare collected on the particular day for these modes of transportation for a single trip is 1,07,000. Find the fare collected from the air passengers. So question എന്താ പറയുന്നത്, ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് അതായത് 3 ട്രാൻസ്പോർട്ട് മോഡാണുള്ളത്. ഒന്ന്
ട്രെയിൻ, പിന്നെ ഒന്ന് ബസ്, പിന്നെ ഒന്ന് എയർ. സോ അവരുടെ റേറ്റിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്ര? 5:8:12 വരുന്നത്. അതുപോലെ പാസഞ്ചേഴ്സ്, അതായത് അതിൽ ആ മോഡിൽ പോയ പാസഞ്ചേഴ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്ര? 3:4:5 വരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ ടോട്ടൽ കളക്ഷൻ എത്ര കിട്ടിയത്? 1,07,000 രൂപയാണ് എന്ത് ടോട്ടൽ കളക്ഷൻ ആയിട്ട് അവർക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ എയറിൽ എത്രയാണ് കളക്ഷൻ കിട്ടിയത്? അതായത് എയർ ട്രാൻസ്പോർട്ടേഷൻ മോഡിൽ അവർക്ക് എത്ര റവന്യൂ ആണ് കിട്ടിയത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് എന്ത് എഴുതാം? ഫെയർ എഴുതാം. ഫെയർ എന്ന് പറയുന്നത് എത്ര? 5:8:12 വരുന്നത്. ആദ്യത്തെ ട്രെയിൻ, പിന്നെ ബസ്, പിന്നെ എയർ. പാസഞ്ചേഴ്സിൻ്റെ റേഷ്യോ എത്ര വരുന്നത്? 3:4:5 വരുന്നത്. സോ റവന്യൂ കാണുമ്പോൾ എന്താ ചെയ്യുക? അതായത് ഫെയർ ഇൻറ്റു നമ്പർ ഓഫ് പീപ്പിൾസിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ആദ്യത്തെ റേഷ്യോയും രണ്ടാമത്തെ റേഷ്യോയും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് റവന്യൂ കാണാൻ എത്രയാണോ റേറ്റ് ഇൻറ്റു നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് ട്രാവൽഡ്. സോ 5:3 എന്ന് പറയുന്നത് എത്ര? 15 എന്ന് കിട്ടും. ഇസ്റ്റു 8:4 എന്ന് പറയുന്നത് 32 എന്ന് കിട്ടും. ഇസ്റ്റു 12:5 എന്ന് പറയുന്നത് 60 കിട്ടും. അതായത് റവന്യൂയുടെ റേഷ്യോ എന്ന് പറയുന്നത് എത്ര? 15:32:60 വരുന്നത്. സോ നമുക്ക് റേഷ്യോ കിട്ടി. ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് എത്ര? 1,07,000 രൂപ. റവന്യൂൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്ര? 15:32:60. സോ ഇവരെ സം എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? സം എടുക്കുമ്പോൾ 107 യൂണിറ്റ് എന്ന് കിട്ടും. ആ 107 യൂണിറ്റ് ആണ് എത്ര? 1,07,000. സോ കട്ട് ചെയ്ത് പോകുമ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര കിട്ടും? 1000 എന്ന് നമുക്ക് കിട്ടും. സോ ഒരു യൂണിറ്റ് എത്ര കിട്ടി? 1000 എന്ന് കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? എയറിൽ കിട്ടിയ റവന്യൂ, അതായത് എയർ ട്രാൻസ്പോർട്ടേഷൻ മോഡിൽ കിട്ടിയ റവന്യൂ. സോ എയറിൻ്റെ റേഷ്യോ നമ്പർ എത്രയാണ്? 60 വരുന്നത്. സോ ഒരു യൂണിറ്റ് ആണ് 1000 എങ്കിൽ 60 യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്ക്? 60 × 1000 എന്ന് പറയുന്നത് 60,000 നമ്മുടെ ആൻസർ വരുന്നത്. അതായത് ഓപ്ഷൻ സി ആണ് ഇവിടെ നമ്മുടെ ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If A is to B is equal to 15:16, B is to C is equal to 8:25, and C is to D is equal to 20:9, find A is to D. സോ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? A is to Dയുടെ റേഷ്യോ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഓരോന്ന് എടുത്ത് എഴുതാം. A is to B is to C is to D. A is to B എന്ന് പറയുന്നത് 15:16, B is to C എന്ന് പറയുന്നത് 8:25, C is to D എന്ന് പറയുന്നത് 20:9. നമുക്ക് എന്താ കാണണ്ടേ? A is to Dയുടെ റേഷ്യോ ആണ് കാണേണ്ടത്. സോ A is to Dയുടെ റേഷ്യോ ആണ് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അതായത് ആദ്യം എന്ത് ചെയ്യുക? ലെഫ്റ്റ് സൈഡിലുള്ള നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് കാണാം. അതായത് 15 × 8 × 20 കാണാം. 15 × 8 × 20. സോ ലെഫ്റ്റ് സൈഡിലുള്ളത് കണ്ടു. ഇസ്റ്റൂട നെക്സ്റ്റ് റേഷ്യോ കാണണ്ട, റൈറ്റ് സൈഡിലുള്ള നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് കാണാം. റൈറ്റ് സൈഡിൽ നമ്പേഴ്സ് ഏതാ? 16 × 25 × 9. ഇതാവും എന്ത്? A is to D എന്ന റേഷ്യോ. സോ A is to D കാണാൻ നമ്മൾ ആദ്യം റൈറ്റ് സൈഡിലുള്ള നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് കാണാം. is to D കാണാൻ എന്ത് ചെയ്യുക? ലെഫ്റ്റ് സൈഡിലുള്ള നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് കാണാം. സോ ഇത് കട്ട് ചെയ്ത് പോകുമ്പോൾ എത്ര വരും? കോമൺ ആയിട്ടുള്ള നമുക്ക് കട്ട് ചെയ്ത് കളയാം. സോ 5-ൻ്റെയിൽ പോകുമ്പോൾ 5 × 5 25, 4 ഇവിടെ കട്ട് ചെയ്ത് പോവും, 4 ഇവിടെ 2 കട്ട് ചെയ്ത് പോവും. അത് കഴിഞ്ഞ് ഇവിടെ 3 ഇവിടെ കട്ട് ചെയ്ത് പോവും. ലാസ്റ്റ് എത്ര വന്നേ? 2:3 എന്ന് നമുക്ക് കിട്ടും. അതായത് A is to D എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 2:3 എന്ന് കിട്ടും. സോ ഇത് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലുള്ളതും ലെഫ്റ്റ് സൈഡിലുള്ളതും റൈറ്റ് സൈഡിലുള്ള നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സോ ലെഫ്റ്റ് സൈഡിലുള്ളത് ആദ്യം കാണാം, മൾട്ടിപ്ലൈ ചെയ്യുക. ഇസ് ടു റൈറ്റ് സൈഡിലുള്ളത് കാണാം, അതും മൾട്ടിപ്ലൈ ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടും? A is to D എന്ന റേഷ്യോ കിട്ടും. അതായത് 2:3 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In a firm, the ratio of male and female officers is in the ratio of 4:7. If 15 male officers and 100 female officers are shifted to another firm, then the ratio of male and female officers became 7:12. Find the number of male officers before shifting in the firm. സോ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? അതായത് ഒരു ഓഫീസിൽ മെയിൽ ഇസ് ടു ഫീമെയിൽ എന്ന് പറയുന്നത് എത്ര? 4:3
7 ആ ഫേമിലേക്ക് എന്ത് 50 മെയിലും അതുപോലെ 100 ഫീമെയിലും കൂടി ആഡായിപ്പോൾ എന്തായി അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് എത്ര 7:12 അങ്ങനെയാണെങ്കിൽ മുമ്പുണ്ടായിരുന്ന മെയിൽസിൻ്റെ എണ്ണമാണ് അവർ ചോദിക്കുന്നത്. സോ ഇത് കണ്ടുപിടിക്കാൻ എന്താ ഒരു ഷോർട്ട് കട്ടാണുള്ളത്. സോ ഷോർട്ട് കട്ട് എന്താണ്, അതായത് മുമ്പുണ്ടായിരുന്ന മെയിൽ ഫീമെയിൽ എന്ന് പറയുന്നത് എന്താ 4:7. പുതിയ മെയിൽ ഫീമെയിൽ എന്ന് പറയുന്നത് എത്ര, മുമ്പുണ്ടായത് 4:7, പുതിയത് 7:12. ഇവർ തമ്മിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ, അതായത് പുതിയതായിട്ട് ആഡായ ആൾക്കാർ. സോ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര 50 മെയിലും 100 ഫീമെയിലും. സോ ആദ്യം നമ്മൾ എന്ത് എഴുതി, ആദ്യത്തെ മെയിൽ ഫീമെയിൽ, പിന്നെ രണ്ടാമത്തെ അത് എത്രയോ ഫീമെയിലും മെയിലും ആഡ് ആയതുകൊണ്ട് പുതിയ റേഷ്യോ എന്ന് പറയുന്നത് 7:12. സോ അവർ തമ്മിൽ ഡിഫറൻസ് ആണ് എന്ത് 50 മെയിൽ 100 ഫീമെയിലും. സോ ഷോർട്ട് കട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ക്രിസ് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും 7 × 7 എന്ന് പറയുന്നത് എത്ര 49 മൈനസ് 4 × 12 എന്ന് പറയുന്നത് എത്ര 48. സോ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും 1 എന്ന് നമുക്ക് കിട്ടും. അതായത് ആദ്യം 7 × 7 ചെയ്യുക, ക്രിസ് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 7 × 7 എന്ന് പറയുന്നത് 49 മൈനസ് 4 × 12 എന്ന് പറയുന്നത് 48. സോ ഡിഫറൻസ് എടുക്കുമ്പോൾ എത്ര കിട്ടും 1 കിട്ടും. സോ അതാണ് എന്ത് ഒരു യൂണിറ്റ്. നെക്സ്റ്റ് എന്താ അടുത്ത സെറ്റ് എടുക്കുക. അടുത്ത സെറ്റ് എന്ന് പറയുമ്പോൾ 7 അതുപോലെ 7 × 100 മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ക്രിസ് ക്രോസ് ആയിട്ട് ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര 7 × 100 എന്ന് പറയുന്നത് എത്ര 700 നമുക്ക് കിട്ടും. മൈനസ് 12 × 50 എന്ന് പറയുന്നത് എത്ര 600 നമുക്ക് കിട്ടും. സോ ഡിഫറൻസ് എത്രയാണ് വന്നത് 100 എന്നാണ് വന്നത്. സോ ആദ്യം തൊട്ട് നോക്കിയോ 4:7 7:12 ക്രിസ് ക്രോസ് ചെയ്യുമ്പോൾ 7 × 7 എന്ന് പറയുന്നത് 47, 4 × 12 എന്ന് പറയുന്നത് 48. സോ ഇവർ തമ്മിൽ ഡിഫറൻസ് പറയുന്നത് എത്ര 1 വന്നത്. അതാണ് എന്ത് ഒരു യൂണിറ്റ്. നെക്സ്റ്റ് സെറ്റ് എടുക്കുക, അതായത് 7:12 50 100 അവർ തമ്മിൽ ക്രിസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്ത് കിട്ടും 7 × 100 എന്ന് പറയുന്നത് 700, 12 × 50 എന്ന് പറയുന്നത് 600, മൈനസ് ചെയ്യുമ്പോൾ എത്ര വന്നു 100 എന്ന് നമുക്ക് കിട്ടി. അതായത് ഒരു യൂണിറ്റ് ആണ് ആ നമുക്ക് കിട്ടിയ 100. സോ ഈ ഒരു യൂണിറ്റ് ആണ് എന്ത് ഈ 100. അങ്ങനെയാണെങ്കിൽ എന്ത് മെയിൽ, അതായത് മുമ്പുണ്ടായിരുന്ന മെയിൽ ഓഫീസേഴ്സിൻ്റെ എണ്ണമാണ് ചോദിച്ചേക്കുന്നത്. സോ മുമ്പുണ്ടായ മെയിൽ ഓഫീസേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്താ റേഷ്യോയിൽ ഏതാ നമ്പർ 4 ആണ് വരുന്നത്. സോ എന്താ ഒരു യൂണിറ്റ് ആണ് 100 എങ്കിൽ 4 യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്ക് 400 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The ratio of income of Amar and Komal is 5:4 and the ratio of their expenditure is 2:1. If each of them saves rupees 6,000 per month, find Amar's income. സോ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്, ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് അമറിൻ്റെയും കോമലിൻ്റെയും ഇൻകത്തിൻ്റെ റേഷ്യോ എത്രയാണ് 5:4 ആണ് വരുന്നത്. അവരുടെ എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്ര 2:1 ആണ് വരുന്നത്. അതുപോലെ രണ്ടുപേരും സേവ് ചെയ്യുന്നത് എന്താ സെയിം എമൗണ്ട് ആയ 6,000 റുപ്പീസ് ആണ് രണ്ടുപേരും സേവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അമറിൻ്റെ ഇൻകം എത്രയെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. സോ നമുക്ക് ആദ്യം എന്ത് ഇൻകത്തിൻ്റെ റേഷ്യോ എഴുതാം. ഇൻകത്തിൻ്റെ റേഷ്യോ എത്ര വരുന്നത് 5:4 ആണ് വരുന്നത്. അതുപോലെ എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ എത്ര വരുന്നത് 2:1 ആണ് വരുന്നത്. സോ ഡിഫറൻസ് എടുക്കുക, അതായത് ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നതാണ് നമ്മുടെ സേവിങ്സ് ആയിട്ട് വരുന്നത്. സോ ഇവർ ഡിഫറൻസ് എടുക്കുമ്പോൾ എന്ത് കിട്ടും നമുക്ക് സേവിങ്സ് ആണ് കിട്ടേണ്ടത്. ഡിഫറൻസ് എടുക്കുമ്പോൾ 5:3 എന്ന് പറയുന്നത് 5:2 എന്ന് പറയുന്നത് 3, 4:1 എന്ന് പറയുന്നത് 3 എന്ന് കിട്ടി. സോ സേവിങ്സിൻ്റെ റേഷ്യോ എത്ര കിട്ടിയ 3:3 എന്ന് കിട്ടി. നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, അതായത് രണ്ട് പേരും സേവ് ചെയ്യുന്നത് സെയിം എമൗണ്ട് ആണ് സേവ് ചെയ്യുന്നത്. സോ സെയിം എമൗണ്ട് സേവ് ചെയ്യുമ്പോൾ അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് അപ്പോഴും സെയിം ആവും. സോ ഇവിടെ സെയിം ആയി 3:3. സോ 1:1 എന്ന റേഷ്യോയിലാണ് ഇവർ എന്ത് ഓൾറെഡി സേവിങ്സ് നടത്തുന്നത്. അതെന്താ എത്രയാണ് 6,000 ആണ് റുപ്പീസ് വരുന്നത്. സോ ഡിഫറൻസ് നമുക്ക് എത്ര കിട്ടി 3:3 കിട്ടി. രണ്ടിൻ്റെയും സേവിങ്സിൻ്റെ റേഷ്യോ സെയിം ആണ്. സോ നമുക്ക് എന്ത് കൊടുക്കാം ഈ 3 ആണ് എത്ര 6,000
റുപ്പീസ്. അതായത് 2 പേര് സേവ് ചെയ്ത് സെയിം എമൗണ്ട്. സോ 2 പേരും സേവിങ്സ് എന്ന് പറയുന്നത് 6000 ആണ് വരുന്നത്. സോ 3 ആണ് എന്ത് 6000. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താ, അമറിൻ്റെ ഇൻകം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ അമറിൻ്റെ ഇൻകം എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്, അമറിൻ്റെ ഇൻകം എന്ന് പറയുന്നത് റേഷ്യോയിലെ 5 ആണ് വരുന്നത്. സോ 3 ആണ് 6000 എങ്കിൽ 1 പറയുന്നത് നമുക്ക് എത്ര കിട്ടും, 2000 നമുക്ക് കിട്ടും. സോ 1 ആണ് 2000 എങ്കിൽ, അതായത് അമറിൻ്റെ ഇൻകത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 5 ആണ്. സോ 5 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും, 10000 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ 10,000 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. For every 18 eggs that Noori buys, 3 eggs turn out to be rotten. At the same rate, how many good egg will Noori have if she buys 690 eggs? So question എന്താ പറയുന്നത്, അതായത് എത്ര 18 എഗ്ഗ് വാങ്ങുമ്പോൾ എത്ര എണ്ണം കേടാവും, 3 എണ്ണം കേടാവും എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് റേഷ്യോ എങ്ങനെ ചെയ്യാൻ പറ്റും, 15:3 എന്ന് എഴുതാം. അതായത് 15 എന്ന് പറയുന്നത് നല്ലതും 3 എന്ന് പറയുന്നത് കേടായതും. സോ രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും, 18. സോ 18 എഗ്സിൽ 15 എണ്ണം നല്ലതും 3 എണ്ണം എന്ത് കേടായി പോയതും. സോ റേഷ്യോ എന്ന് പറയുന്നത് 15:3 എന്ന് വരും. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, അറ്റ് ദ സെയിം റേറ്റ് ഹൗ മെനി എഗ് വിൽ നോറി ഹാവ് ഇഫ് ഷീ, അതായത് ടോട്ടൽ എത്ര മേടിച്ചു, 690 എഗ്ഗ് മേടിക്കുകയെന്ന് വെച്ചാൽ അതിൽ എത്ര എണ്ണം നല്ലത് കിട്ടിയെന്നാണ് ക്വസ്റ്റ്യൻ. സോ ടോട്ടൽ എത്ര, അതായത് 15 എന്ന് പറയുന്നത് നല്ലതും 3 എന്ന് പറയുന്നത് കേടായതും. സോ 15:3 ടോട്ടൽ എന്ന് പറയുന്നത് എത്ര, 18 ആണ് വരുന്നത്. സോ റേഷ്യോൻ്റെ സമ്മ എത്ര വരുന്നത്, 18 ആണ് വരുന്നത്. സോ ആ 18 ആണ് എത്ര, 690. സോ ടോട്ടൽ എഗ് എന്ന് പറയുന്നത് 690. സോ 18 റേഷ്യോൻ്റെ സമ്മയ 18 ആണ് എന്ത് 690. അങ്ങനെയാണെങ്കിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്, എത്ര എഗ്സ് ആണ് നല്ലത് ഉണ്ടായിരുന്നത്. സോ 690 എഗ്ഗിൽ എത്ര എണ്ണമാണ് നല്ലത്. സോ നല്ലതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്ര, 15 ആണ് വരുന്നത്. 3 എന്ന് പറയുന്നത് എത്ര, കേടായി പോയ എഗ്സിൻ്റെ. സോ 18 ടോട്ടലാണ് 690 എങ്കിൽ 15 എഗ്സ്, അതായത് നല്ലതെന്ന് പറയുന്നതാണ് 15 എഗ്സ്. സോ 15 എഗ്സിൻ്റെ കറസ്പോണ്ടിങ് കൗണ്ട് എത്രയാണ് നമുക്ക് നോക്കണം. സോ 690/18 × 15 കട്ട് ചെയ്ത് പോകുമ്പോൾ എത്ര വരും. സോ 6 കട്ട് ചെയ്യുമ്പോൾ 3 വരും, 1 15. സോ ഇവിടെ ആകുമ്പോൾ 5 വരും. സോ ആൻസർ എത്ര വരും, 25, ബാക്കി 2 7 5 575 എന്ന് നമുക്ക് കിട്ടും. സോ ആൻസർ എ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ 690 എക്സിൽ എത്ര എണ്ണമാണ് നല്ലത്, 575 എക്സ് ആണ് നല്ലത്, ബാക്കിയുള്ളതൊക്കെ കേടായത്. സോ റേഷ്യോ നമ്മൾ എങ്ങനെ എടുത്ത്, അതായത് ടോട്ടൽ 18 എഗ്സ് ഉണ്ടെങ്കിൽ അതിൽ 3 എണ്ണം കേടായിപ്പോയി, ബാക്കി എത്ര ഉണ്ടാവുക, 15 എണ്ണമാണ് നല്ലത്. സോ 18 എണ്ണം വാങ്ങുമ്പോൾ 15 എണ്ണം നല്ലത്, 3 എണ്ണം കേടായത്. സോ 15:3 എന്ന റേഷ്യോ നമുക്ക് കിട്ടും. ആൻസർ എത്രയാണ്, 575 ആണ് വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In a school, the number of boys and girls were in the ratio 5:7. 8 more boys were admitted during the section. The new ratio of the girls and the boys is 1:1. In the beginning, the difference between the number of boys and that of the girls was. So, ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, അതായത് ഒരു സ്കൂളിൽ ബോയ്സ് ഈസ് ടു ഗേൾസ് എന്ന് പറയുന്ന റേഷ്യോ എത്രയാണ്, 5:7 ആണ് വരുന്നത്. അതുപോലെ എന്താ, 8 മോർ ബോയ്സ്, അതായത് 8 പുതിയ ബോയ്സ് ആണ് ആഡ് ആയത്. അങ്ങനെ ആഡ് ആയപ്പോൾ പുതിയ റേഷ്യോ എന്ന് പറയുന്നത് എത്ര, 1:1 ആണ് വന്നത്. സോ പുതിയ റേഷ്യോ എന്ന് പറയുന്നത് എത്ര, 1:1 ആണ് വന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത്, ദ ബിഗിനിങ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബോയ്സ് ആൻഡ്, അതായത് തുടക്കത്തിൽ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ഡിഫറൻസ് എത്രയെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ആഡ് ആയത് എന്താണ്, ബോയ്സ് മാത്രമാണ് ആഡ് ആയത്. സോ റേഷ്യോയിൽ, അതായത് ക്ലാസ്സിൽ 8 മോർ ബോയ്സ് ആണ് ആഡ് ആയത്. സോ ഗേൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് അപ്പോഴും എന്താ, സെയിം ആയിട്ടാണ് വരിക. സോ ഗേൾസ് സെയിം ആണ്. സോ ഗേൾസിൻ്റെ കറസ്പോണ്ടിങ് റേഷ്യോ നമുക്ക് സെയിം ആക്കണം. സോ ഇതാണ് ബോയ്സ് ഇസ് ടു ഗേൾസ് എന്ന് പറയുന്നത്. ഗേൾസിൻ്റെ റേഷ്യോൻ്റെ നമ്പർ എത്ര വരുന്നത്, 7 ആണ് വരുന്നത്. സോ ആഫ്റ്റർ ആഡിങ് എത്രയാണ്, 1:1 ഗേൾസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്ര, 1 ആണ് വന്നേക്കുന്നത്. സോ 1 മാറ്റി നമുക്ക് എന്താ 7 ആക്കണം. സോ ബോത്ത് രണ്ടിനും നമുക്ക് 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും,
1:1 ഇൻറ്റു 7 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7:7 കിട്ടി. ഇപ്പോൾ നോക്കുക എന്താണ്, ബോയ്സ് ആണ് ആഡ് ആയത്. അതെ, 5 നിന്ന് 7 ആഡ് ആയി. സോ ബോയ്സിനാണ് ആഡ് നടന്നത്. ഗേൾസിൻ്റെ എണ്ണത്തിൽ യാതൊരു വ്യത്യാസമില്ല, അതാണ് 7:7. സോ ബോയ്സ് എത്ര കൂടി? 2 യൂണിറ്റ് ആണ് ബോയ്സിൻ്റെ വർധനവ്. സോ 2 യൂണിറ്റ് കൂടി. എത്ര ക്ലാസ്സിൽ എത്ര ആഡ് ആയി? 8 പുതിയ ആൾക്കാരാണ് ആഡ് ആയത്. സോ ബോയ്സ് എത്ര പേരാണ് ആഡ് ആയത്? 8. അതായത് റേഷ്യോൻ്റെ ഡിഫറൻസ് എത്ര? 5 - 7, 7 - 5 എന്ന് പറയുന്നത് 2 യൂണിറ്റ് ആണ് വരുന്നത്. സോ ആ ഡിഫറൻസ് ആണ് എന്ത്? ആയ പുതിയ ബോയ്സ്. സോ 2 യൂണിറ്റ് എന്ന് പറയുന്നത് 8. 1 യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര കിട്ടും? 4 എന്ന് നമുക്ക് കിട്ടും. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? തുടക്കത്തിൽ ബോയ്സും ഗേൾസിൻ്റെയും ഡിഫറൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തുടക്കത്തിൽ ബോയ്സ് ഇസ്റ്റു ഗേൾസ് എന്ന് പറയുന്നത് എത്രയാണ്? 5:7. സോ അവർ തമ്മിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 7 - 5 എന്ന് പറയുന്നത് 2 ആണ് വരുന്നത്. സോ 2 യൂണിറ്റിൻ്റെ കറസ്പോണ്ടിങ് നമ്പേഴ്സാണ് നമുക്ക് വേണ്ടത്. അതായത് ഗേൾസിൻ്റെ ബോയ്സിൻ്റെ, തുടക്കത്തിൽ ഗേൾസിൻ്റെ ബോയ്സിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് 2 യൂണിറ്റ്. സോ 2 യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എത്രയെന്ന് കിട്ടി? 8 ആണ് കിട്ടി. സോ ഗേൾസിൻ്റെയും ബോയ്സിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര? 8 തന്നെയാണ് വരുന്നത്. സോ ഓപ്ഷൻ ഡി 8 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A certain sum of money was divided among 3 friends, Rajiv, Keval and Amit, in the ratio of 2:3:7. If Amit's share is rupees 15 more than that of Keval, then what is the sum of money which was divided? So ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? അതായത് 3 പേർക്കും എത്ര എമൗണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഡിവൈഡ് ചെയ്ത് കൊടുത്ത റേഷ്യോ എന്ന് പറയുന്നത് എത്ര? 2:3:7 എന്ന റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്ത് കൊടുത്തത്. സോ അവരാരൊക്കെയാണ്? ആദ്യത്തെ രാജീവ് ഇസ്റ്റു കെവിൽ ഇസ്റ്റു അമിത്. അവരുടെ റേഷ്യോ എത്ര? 2:3:7. അമിത്തിന് എത്ര കിട്ടി? കെവലിനേക്കാളും 15 രൂപീസ് കൂടുതലാണ് കിട്ടിയത്. സോ അമിത്തിന് എത്ര? 15 രൂപീസ് കൂടുതലാണ് കിട്ടിയത്. ആരെക്കാളും? കെവിലിനേക്കാളും. സോ ഇവർ തമ്മിൽ റേഷ്യോ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 4 യൂണിറ്റ് ആണ് വരുന്നത്. സോ അവർ തമ്മിൽ റേഷ്യോ ഡിഫറൻസ് 4 യൂണിറ്റും റുപ്പീസ്, അതായത് എമൗണ്ടിൽ അവർ തമ്മിൽ എത്ര ഡിഫറൻസ് വരുന്നത്? 15 രൂപീസാണ് ഡിഫറൻസ് വരുന്നത്. സോ ഡിഫറൻസ് റേഷ്യോ ഡിഫറൻസ് എത്ര? 4. സോ 4 യൂണിറ്റ് ആണ് എത്ര? 15 റുപ്പീസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ സം ഓഫ് മണി വിച്ച് വാസ് ഡിവൈഡ്? സോ ടോട്ടൽ അവരുടെ കയ്യിൽ എത്ര രൂപീസ്, അതായത് എത്ര രൂപയാണ് അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തത്? സോ 4 യൂണിറ്റ് ആണ് 15. ഇതിൻ്റെ സം എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 + 3 + 7 എന്ന് പറയുന്നത് 12 എന്ന് കിട്ടും. സോ 4 യൂണിറ്റ് ആണ് 15 രൂപീസ് എങ്കിൽ 12 യൂണിറ്റ് എത്ര റുപ്പീസാണ് ക്വസ്റ്റ്യൻ. സോ 4 12 ആവാൻ എത്ര ചെയ്യണം? ഇൻറ്റു 3 ചെയ്യണം. സോ ഇവിടെയും ഇൻറ്റു 3 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 15 × 3 എന്ന് പറയുന്നത് 45 റുപ്പീസ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ നമ്മുടെ ആൻസർ എത്ര? ഓപ്ഷൻ 3 സി 45 റുപ്പീസാണ് വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In a firm, the ratio of male and female members was 4:5. The firm decided to increase the numbers of the male by 80% and the number of female by 60%. The ratio will be, what will be the ratio will be the new ratio of the male members to that of the female members in the ratio. So male is to female എന്ന് പറയുന്നത് എത്ര? 4:5 ആണ് എന്ത്? മെയിൽ is to female എന്ന റേഷ്യോ. ഇതിലെന്താ മെയിൽ എത്ര കൂടി? ടോട്ടലിനേക്കാളും 80%, അതായത് ഓൾറെഡി ഉള്ള മെയിൽസിനേക്കാളും 80% കൂടി. സോ ഓൾറെഡി ഉള്ള മെയിൽസിനേക്കാളും ആണ് 80% കൂടിയത്. സോ ടോട്ടലിൽ എത്ര വരും? 180% ആണ് വരാം. ഓൾറെഡി കുറച്ച് പേരുണ്ട്, അതിൻ്റെ കൂടെ 80% കൂടി ആൾക്കാർ ആഡായി. സോ ടോട്ടൽ എത്ര പേര്? 180% ആണ് ഉണ്ടാവുക. അതുപോലെ എന്താ നെക്സ്റ്റ് കേസിൽ? ഫീമെയിലിൻ്റെ കാര്യം എന്താ? ഓൾറെഡി ഉള്ള ഫീമെയിൽസിനേക്കാളും 60% പുതിയ ഫീമെയിൽസും കൂടി വന്നു. സോ ഓൾറെഡി 100% ഉണ്ട്, അതിൻ്റെ കൂടെ 60% എക്സ്ട്രാ ആൾക്കാരും കൂടി വന്നു. സോ ടോട്ടൽ എത്ര? ടോട്ടലിൻ്റെ 160% ആയി എന്ത്? ഫീമെയിലിൻ്റെ എണ്ണം. സോ 5ൻ്റെ എത്ര? 160% എന്ന് വരും. അതായത് ചേർക്കാൻ കാരണം എന്താ? ഇൻക്രീസ്, അതൊരു ഇൻക്രീസ് ആണ് ഉണ്ടായത്, കുറയല്ല. അതായത് ഉണ്ടായിരുന്ന മെയിൽസിനും ഫീമെയിൽസിനേക്കാളും 60%ഉം 80% ഇൻക്രീസ് ആണ് നടന്നത്. സോ
മെയിൽസിൻ്റെ 180%, ഫീമെയിൽസിൻ്റെ 160% കിട്ടും. സോ പുതിയ റേഷ്യോ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ 4 × 180%, 5 × 160% റേഷ്യോ കിട്ടും. സോ പെർസെൻറ്റേജും കട്ട് ചെയ്ത് പോകും, 0 കട്ട് ചെയ്ത് പോകും. ബാക്കി ഇനി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 4, ഇവിടെ 2 വരുമ്പോൾ ഇവിടെ 9 വരും. സോ ഫൈനൽ മെയിൽ ഇസ് ടു റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് മെയിൽ ഇസ് ടു ഫീമെയിൽ റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 9:10 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരുന്നത്, 9:10. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എവരി മന്ത് സുനിൽ സേവ്സ് 2/17 ഓഫ് ഹിസ് മന്ത്ലി സാലറി ഓഫ് ₹51,000. വാട്ട് എമൗണ്ട് ഡസ് ഹി സേവ് എവരി മന്ത്? സോ ക്വസ്റ്റ്യൻ എന്താ തന്നേക്കുന്നത്? അതായത് എത്രയാണ് സേവ് ചെയ്യുന്നത്? 2/17 പാർട്ടാണ് സേവ് ചെയ്യുന്നത്. സോ അത് ഉദ്ദേശിക്കുന്നത് എന്താ? സേവ് ചെയ്യുന്നത് എത്ര? 2 പാർട്ട്. ടോട്ടൽ സാലറി എന്ന് പറയുന്നത് എത്ര? 17. സോ ടോട്ടൽ സാലറി ആയ 17ന്റെ 2 പാർട്ടാണ് ആള് എന്ത് സേവ് ചെയ്യണത്. സോ സേവ് ഇസ് ടു സാലറി എന്ന് പറയുന്നത് നമുക്ക് എത്ര എഴുതാൻ പറ്റും? 2:17 നമുക്ക് എഴുതാം. അതായത് സാലറിയുടെ എത്ര? 2/17 പാർട്ടാണ് ആളെന്ത് സേവ് ചെയ്യുന്നത്. സോ സാലറി 17 ആയി എടുത്തു കഴിഞ്ഞാൽ സേവിങ്സ് എത്ര എടുക്കാൻ പറ്റും? 2 എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. സോ സേവ് ഇസ് ടു സാലറി എന്ന് പറയുന്നത് 2:17 എന്ന റേഷ്യോ നമുക്ക് കിട്ടി. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? മന്ത്ലി സാലറി എന്ന് പറയുന്നത് എത്ര? 51,000 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ സേവിങ്സ് എത്രയാണ് ക്വസ്റ്റ്യൻ. സോ എത്രയാണ്? 17ന്റെ ഇക്വാലൻ്റ് എമൗണ്ട്, സാലറിയുടെ റേഷ്യോ എന്ന് പറയുന്നത് എത്ര? 17 ആണ് വരുന്നത്. സോ 17ന്റെ എമൗണ്ട് എന്ന് പറയുന്നത് എത്ര? 51,000 ആണ് വരുന്നത്. അതായത് 17 യൂണിറ്റ് ആണ് എന്ത്? 51,000. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 3000 എന്ന് നമുക്ക് കിട്ടും. സോ സേവിങ്സ് എത്ര വരുന്നത്? 2 യൂണിറ്റ് ആണ് എന്ത് സേവിങ്സ് വരുന്നത്. സോ ഒരു യൂണിറ്റ് 3000 ആണെച്ചാൽ 2 യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 6000 റുപ്പീസ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് എന്ത് കിട്ടി? സേവ് ഇസ് ടു സാലറി എന്ന് പറയുന്നത് 2:17 എന്ന് കിട്ടി. അതിൽ 17 ഇക്വാലൻ്റ് എമൗണ്ട് ആണ് 51,000. സോ 2 യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര കിട്ടും? 6,000 റുപ്പീസ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ മീൻ പ്രൊപ്പോർഷണൽ ബിറ്റ്വീൻ 25 and 2:5. സോ മീൻ പ്രൊപ്പോർഷൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? മീൻ പ്രൊപ്പോർഷൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് √a × b ആണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. സോ എ ബി എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് നമ്പർ. സോ √a എന്ന് പറയുന്നത് 25 × b എന്ന് പറയുന്നത് 225. സോ നമുക്ക് എന്താ റൂട്ടിൻ്റെ ഉള്ളിൽ വന്ന നമ്പേഴ്സ് എത്ര? 25ഉം 225 ആണ് വന്നേക്കുന്നത്. സോ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? 25 എന്ന് പറയുന്നത് എന്താ? 5ന്റെ സ്ക്വയർ ആണ് വരുന്നത്. സോ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് 5 എടുക്കാം. അതുപോലെ 225 എന്ന് പറയുന്നത് എത്ര? 15ന്റെ സ്ക്വയർ ആണ്. സോ നമുക്ക് 15 റൂട്ടിൻ്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ എത്ര വരും? 15 നമുക്ക് പുറത്തേക്ക് വരും. സോ 5 × 15 എന്ന് പറയുന്നത് എത്ര വരും? 75 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ മീൻ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് എത്ര? ഓപ്ഷൻ സി 75 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ മീൻ പ്രൊപ്പോർഷൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? √a × b എന്നാണ് വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെയും സെയിം ക്വസ്റ്റ്യൻ തന്നെ, മീൻ പ്രൊപ്പോർഷൻ ആണ് കാണേണ്ടത്. സോ ഇക്വേഷൻ എന്താ? റൂട്ടിൻ്റെ ഉള്ളിൽ a × b. സോ 27 × 300. സോ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ പുറത്തേക്ക് എടുക്കാൻ പറ്റും? നമ്മൾ ആദ്യം ഇതിനൊന്ന് സെപ്പറേറ്റ് ചെയ്യുക. സോ റൂട്ടിൻ്റെ ഉള്ളിൽ എങ്ങനെ വരും? റൂട്ട് 27നെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും? 9 × 3 എന്ന് എഴുതാം നമുക്ക്. അതുപോലെ എന്താ 300നെ എങ്ങനെ ചെയ്യാൻ പറ്റും? 3 × 100 എന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇതിലെന്താണ്? ഒന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 9 × 3 × 3 എന്ന് പറയുന്നത് എത്ര വരും നമുക്ക്? 3 × 3 എന്ന് പറയുന്നത് വീണ്ടും 9 എന്ന് വരും × 100. സോ രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്? 9 രണ്ടെണ്ണം ഉണ്ട്. സോ പുറത്തേക്ക് എടുക്കുമ്പോൾ ഒരു 9 നമുക്ക് പുറത്തേക്ക് എടുക്കാം. × 10 എന്ന് പറയുമ്പോൾ എന്താ? 100 എന്ന് പറയുന്നത് 10ന്റെ സ്ക്വയർ ആണ് വരുന്നത്. സോ റൂട്ടിൻ്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും?
10 എന്ന് എഴുതാൻ പറ്റും. സോ പ്രൊഡക്റ്റ് കാണുമ്പോൾ എത്ര വരും? 9 ഇൻറ്റു 10 എന്ന് പറയുന്നത് 90 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If 14:13 and 7:x, then what is the value of x? സോ എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് ഇവിടെ തന്നേക്കുന്നത്. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഇവിടെ 2 റേഷ്യോൻ്റെ സൈന് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ മീൻ ചെയ്യുന്നത് എന്താ? അതായത് 2 റേഷ്യോയും പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ പ്രൊപ്പോർഷണൽ ആകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 14/30 = 7/x എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ ക്വസ്റ്റ്യനിൽ 2 റേഷ്യോസും പ്രൊപ്പോർഷണൽ ആണ്, അതായത് പ്രൊപ്പോർഷണൽ സിമ്പിൾ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 14/30 = 7/x നമുക്ക് എഴുതാൻ പറ്റും. സോ എക്സ് മുകളിലേക്ക് പോകുമ്പോൾ എന്ത് വരും? 14 × x = 7 × 13, അതായത് x = 7 × 30/14 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ കട്ട് ചെയ്ത് കളയുമ്പോൾ 250 എന്ന് വരും. സോ എക്സിൻ്റെ ആൻസർ നമുക്ക് എത്ര വരും? 15 എന്ന് നമുക്ക് കിട്ടും. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.